നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സത്യവാനെയും കൊണ്ട് ആ ഇരുട്ടത്ത് സാവിത്രി ഭവനത്തിലേക്ക് പർണശാലയിലേക്ക് പോവാണ്. ബഹുദൂരം പോകേണ്ടതുണ്ട്. പക്ഷെ ആ വഴിയെല്ലാം സത്യവാന് നന്നായി അറിയാം. കൂടെ കൂടെ കാനനത്തിൽ വിറക് ശേഖരിക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വഴി സത്യവാന് നന്നായി അറിയാം. അങ്ങനെ അവർ രണ്ടുപേരും മെല്ലെ നടന്ന് ആശ്രമത്തിലേക്ക് ചെല്ലുക. കാട്ടിൽ പഴങ്ങൾ കൊണ്ടുവരാനും വിറക് കൊണ്ടുവരാനും പോയ മകനും അതേപോലെ തന്നെ മരുമകളും വൈകുന്നേരമായിട്ടും തിരിച്ചു വരുന്നില്ല. വൈകുന്നതിന് വളരെ മുമ്പ് തന്നെ തിരിച്ചെത്തേണ്ടതാണ്. വരുന്നില്ല. അച്ഛനമ്മമാർക്ക് ആകെ ഭയമായി. അവർ അടുത്തുള്ള ആശ്രമങ്ങളിലെല്ലാം പോയി ചോദിച്ചു. ധാരാളം ഋഷിമാർ അതിനടുത്ത് പർണശാലകൾ കെട്ടി കഠിന തപസ് ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം പോയി അന്വേഷിച്ചു. അവിടെ എങ്ങുമില്ല. അങ്ങനെ പോയി അന്വേഷിക്കാൻ ദ്യുമത്സേനന് സാധിച്ചു. തൻ്റെ പത്നിയോടൊപ്പം എല്ലാ ആശ്രമങ്ങളിലും പോയി അന്വേഷിക്കാൻ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് കാഴ്ച വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നും മനസ്സിലാകുന്നില്ല. കാഴ്ച വീണ്ടും കിട്ടി. വൈകുന്നേരമായി, ഇരുട്ട് വീഴാൻ തുടങ്ങുന്നു. കാഴ്ച വീണ്ടും കിട്ടിയിരിക്കുന്നു. മക്കൾ വന്നിട്ടില്ല. ഇനി ഏതെങ്കിലും പർണശാലയിൽ ഋഷിമാരോട് സംസാരിച്ചിരിക്കുകയാണോ? അങ്ങോട്ടൊക്കെ പോയി അവിടെയൊക്കെ അന്വേഷിച്ചു. അവരും എല്ലാവരും കൂടി എണീറ്റ് അങ്ങനെ പുറത്ത് എല്ലായിടവും നടന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അച്ഛനമ്മമാർക്ക് ഏറെ പരിഭ്രമമായി. മറ്റ് ഋഷിമാർ അവർ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് യാതൊരു ആപത്തും വരില്ല. അവർ മടങ്ങി വരും. സമാധാനമായിരിക്കണം. അങ്ങയ്ക്ക് കാഴ്ച വീണ്ടും കിട്ടിയിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ് ഇവിടെ അങ്ങയുടെ തപോബലത്താൽ. എങ്ങനെയാണ് ഈ കാഴ്ച വീണ്ടും കിട്ടിയത് എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങയ്ക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നതിന് യാതൊരു സംശയവും വേണ്ട. ഭഗവാൻ നിശ്ചയമായിട്ടും സത്യവാനെയും സാവിത്രിയെയും യാതൊരു കുഴപ്പവും കൂടാതെ മടക്കിക്കൊണ്ടുവരും എന്നെല്ലാം അവർ വിശദമായി പറഞ്ഞ് ദ്യുമത്സേനെയും പത്നിയെയും ഒരുവിധം ഇങ്ങനെ സമാധാനിപ്പിച്ചപ്പോഴേക്കും അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് അവർ രണ്ടുപേരും മടങ്ങി. എല്ലാവർക്കും അവരെ കണ്ടപ്പോഴേക്കും സന്തോഷമായി. അവർ മടങ്ങി ആശ്രമത്തിനുള്ളിലേക്ക് വന്നത്. ഈ അവസരത്തിൽ അവരെല്ലാവരും സന്തോഷിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തു. അവരോട് ഇങ്ങനെ ചോദിച്ചു ഋഷിമാർ, പ്രാഗേവ നാഗതം കസ്മാത്. സത്യവാനോട് ചോദിക്കാണ്, അല്ലയോ കുഞ്ഞേ, നീ നേരത്തെ തന്നെ എന്തുകൊണ്ട് വന്നില്ല? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ വരേണ്ടതല്ലേ? എപ്പോഴും നീ അങ്ങനെ ആയിരുന്നല്ലോ. നീ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? ഇന്നാണെങ്കിൽ നീ സാവിത്രിയും കൂടെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. സാധാരണ നീ ഒറ്റയ്ക്കാണ് പോവാ. ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. നിന്റെ പത്നിയും കൂടെ കൊണ്ടുപോയിരിക്കുകയാണ്. നിനക്ക് ചുമതല ഏറെയുള്ള സമയമാണ്. എന്തുകൊണ്ട് സാവിത്രി കൂടെ ഉള്ളപ്പോഴേക്കും നീ നേരത്തെ വരാനായിട്ട് തയ്യാറായില്ല? എന്ത് തടസ്സമാണ് വന്നത്? അകാരണമായിട്ട് സത്യവാൻ കാലതാമസം ഉണ്ടാക്കില്ല എന്നവർക്കറിയാം. അപ്പോൾ എന്തോ കാര്യമായൊരു കാരണമുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു അത്ഭുതം സംഭവിച്ചുമിരിക്കുന്നു. കാര്യമായ കാരണങ്ങളുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ അവിടെ അവരിൽ എല്ലാവരിലും വർഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഋഷിമാർ മനസ്സിലാക്കുന്നു. എങ്ങനെയാണത് സംഭവിക്കുന്നത് എന്നറിയില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്. വിരാത്രേച്ച ആഗമം കസ്മാത്. ഈ അർദ്ധരാത്രിക്ക് ഏറെ ഇരുട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നു, നേരത്തെ വരാതെ എന്നിങ്ങനെ ഋഷിമാർ ചോദിച്ചപ്പോഴേക്കും അവരുടെ ആ ചോദ്യങ്ങൾക്ക് സത്യവാനാണ് മറുപടി പറയുന്നത്. സത്യവാനോടാണല്ലോ അവർ ചോദിച്ചത്. ഞാൻ
അച്ഛൻ്റെ അനുവാദത്തോടുകൂടി അമ്മയുടെ അനുവാദത്തോടുകൂടി സാവിത്രിയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോയതാണ് ഫലങ്ങളും പുഷ്പങ്ങളും വിറകും ശേഖരിക്കാനായിട്ട്. കുറേ ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തലവേദന വന്നു. അപ്പോഴേക്കും എനിക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഞാൻ അവിടെ കിടന്നു, സാവിത്രിയുടെ മടിയിൽ തലവച്ചിട്ട്. അങ്ങനെ കിടന്നപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയി. സുപ്തശ്ചാഹം വേദനയാ, വേദന കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കം ഉണർന്നപ്പോഴേക്കും രാത്രി ഏറെയായിരിക്കുന്നു. ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഉറങ്ങി ഉണർന്നപ്പോഴേക്കും തലവേദനയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇരുട്ടത്തങ്ങനെ വരും, പക്ഷെ വരാതിരിക്കാൻ നിവൃത്തിയില്ല. അച്ഛനും അമ്മയും അതേപോലെ ആ എല്ലാ സജ്ജനങ്ങളും ഭവാന്മാർ, നിങ്ങളെല്ലാവരും ബഹുമാന്യരായ ഋഷിമാരായ നിങ്ങളെല്ലാവരും വേദനിക്കും ഞങ്ങളെ കാണാതെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളുടെ വേദനയെ അകറ്റാൻ വേണ്ടിയിട്ട് ഇരുട്ടിനെ വകവയ്ക്കാതെ ഞാൻ സാവിത്രിയെയും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ്. അല്ലെങ്കിലും എനിക്ക് ആ വഴികളൊക്കെ അറിയാം, ഞാൻ സ്ഥിരമായി പോകുന്നതാണ്. അങ്ങനെ ഞാൻ വന്നതാണ് എന്നിങ്ങനെ തനിക്ക് അറിയുന്നിടത്തോളം കാരണങ്ങൾ, സാഹചര്യങ്ങൾ, സത്യവാൻ അവരെ കേൾപ്പിച്ചു. അപ്പോഴേക്കും ആ ഋഷിമാര് സത്യവാനോട് പറഞ്ഞു, ഇവിടെ അല്ലയോ കുഞ്ഞേ, നീ പറഞ്ഞതിനപ്പുറം മറ്റെന്തൊക്കെയൊക്കെ കാര്യങ്ങളുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹം നമ്മിൽ എല്ലാവരിലും സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. അകസ്മാത് ചക്ഷുഷ പ്രാപ്തി ദ്വിമത്സേനസ്യ തേ പിതു. നിന്റെ പിതാവായിരിക്കുന്ന രാജാവായ ദ്വിമത്സേനന് ഏറെക്കാലമായിട്ട് കാഴ്ചയില്ലായിരുന്നല്ലോ. അദ്ദേഹത്തിനിതാ പെട്ടെന്ന് പ്രത്യേകിച്ചൊരു ചികിത്സയും ചെയ്യാതെ, നേരത്തെ ചികിത്സ ചെയ്ത കാലത്തൊന്നും ഫലിച്ചില്ല. പക്ഷേ ഇപ്പോൾ ചികിത്സകളൊന്നുമില്ല. കാരണം ചികിത്സ കൊണ്ട് കാര്യമില്ല എന്നറിയാം. അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കാഴ്ച വീണ്ടും കിട്ടിയിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ലയോ കുഞ്ഞെ, സത്യവാനോട് പറയാണ്, അതിൻ്റെ കാരണം കുഞ്ഞിനും അറിഞ്ഞുകൂടല്ലോ. ഒരുപക്ഷെ സാവിത്രിക്ക് അറിയുമായിരിക്കാം. സാവിത്രിയോട് ചോദിക്കട്ടെ. സാവിത്രിയോട് അവർ ചോദിച്ചു, ശ്രോതമിച്ഛാമി സാവിത്രി. അല്ലയോ സാവിത്രി, നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇക്കാര്യങ്ങളുടെ എല്ലാം നിജസ്ഥിതി നിനക്ക് ഭംഗിയായിട്ടറിയാം, നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നു. എന്തുകൊണ്ടെന്നാൽ അതിന് വേണ്ടുന്നതായ തപോബലം നിനക്കുണ്ട്. ആ തപോബലത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാം. അതിനാൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ പറയാവുന്നതാണെങ്കിൽ, ഈശ്വരകൽപിതമാണ് ആ കാര്യങ്ങൾ. ആ ഈശ്വരകൽപിതമായ കാര്യങ്ങളും ചിലതൊന്നും പറയാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെ പറയാൻ പാടില്ലാത്ത ഈശ്വര രഹസ്യമാണെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ പറയാവുന്ന ഈശ്വര രഹസ്യമാണെങ്കിൽ, അല്ലയോ സാവിത്രി, നീ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കട്ടെ. അതേപോലെ തന്നെ നിന്റെ അച്ഛനും അമ്മയും വിമത്സേനനും പത്നിയും കേൾക്കട്ടെ, ഈ സത്യവാനും കേൾക്കട്ടെ. അപ്പോൾ സാവിത്രി പറഞ്ഞു, മൃത്യുർമേ പത്യുരാഖ്യാതോ നാരദേന മഹാത്മന. പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വസിക്കുന്ന കാലത്ത് സത്യവാനെ വിവാഹം കഴിക്കണം എന്നുള്ളതായ ആഗ്രഹം ഞാൻ എൻ്റെ അച്ഛനോട് പറയുന്ന അവസരത്തിൽ നാരദ മഹർഷി സമീപത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്നേക്ക് 1 വർഷം തികയുന്നയെന്ന് സത്യവാന് മരണം സംഭവിക്കും എന്ന്. സചാദ്യ ദിവസപ്രാപ്ത. ഞാൻ അന്ന് തൊട്ട് ആ ദിവസം കണക്കുകൂട്ടുകയാണ്. ആ ദിവസം ഇന്നിതാ വന്നു ചേർന്നിരിക്കുന്നു. കൃത്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയായിരുന്നു. അതുകൊണ്ടാണ് തതോ നൈനം ജഹാമ്യഹം. അതുകൊണ്ടാണ് ഞാൻ സത്യവാനെ ഒരിക്കലും പിരിയാൻ അനുവദിക്കാത്തത്. സത്യവാൻ
വനത്തിലേക്ക് പോയപ്പോഴേക്കും വിറക് കൊണ്ടുവരാൻ ഏകനായിട്ടാണ് പോകുന്നത്. ഇന്നും പുറപ്പെടുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് ഞാൻ നിർബന്ധിക്കാനുള്ള കാരണം അതാണ്. അച്ഛനമ്മമാരോട് അതിനുള്ള അനുവാദം ചോദിച്ചു വാങ്ങാനുള്ള കാരണവും അതാണ്. കാരണം ഇന്ന് സത്യവാന് മൃതി സംഭവിക്കും എന്ന് നാരദനിൽ നിന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കഠിനമായിട്ടുള്ള ആ വ്രതങ്ങൾ അനുഷ്ഠിച്ചത്. അതിൻ്റെ തുടർച്ചയായിരുന്നു ഇന്ന് സത്യവാനോടൊപ്പമുള്ള കാനനത്തിലേക്കുള്ള യാത്രയും. സത്യവാൻ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി. സുപ്തം ജൈനം യമസാക്ഷാത് ഉപാഗച്ഛത് സകിങ്കര. ഉറങ്ങിക്കിടക്കുന്നതായ സത്യവാന്റെ അടുത്ത് യമധർമ്മൻ എത്തിച്ചേർന്നു. അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോടൊപ്പം, കാലദൂതന്മാരോടൊപ്പം, യമദൂതന്മാരോടൊപ്പം. എന്നിട്ട് സയേനം അനയദ്ബധ്വ ദിശം പിതൃനിഷേവിതം. ആ യമധർമ്മൻ കയറുകൊണ്ട് സത്യവാന്റെ പ്രാണങ്ങളെ കെട്ടി. എന്നിട്ട് പിതൃക്കളുടേതായ ദേശത്തിലേക്ക്, യമപുരിയിലേക്ക്, അവിടേക്ക് അദ്ദേഹം വളരെ വേഗത്തിൽ സത്യവാന്റെ പ്രാണങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. ആ അവസരത്തിൽ അസ്തൗഷം തമഹം ദേവം സത്യേന വചസാ വിഭും. വിഭുവായിരിക്കുന്ന, എങ്ങും നിറഞ്ഞിരിക്കുന്ന, സർവശക്തിമാനായിരിക്കുന്ന ആ ദേവദേവനെ ഞാൻ എൻ്റെ സത്യം നിറഞ്ഞ, ധർമ്മം നിറഞ്ഞ, പരമമായിരിക്കുന്ന വാക്കുകൾ കൊണ്ട് വളരെയേറെ ഭക്തിയോടുകൂടിയിട്ട് സ്തുതിച്ചു. അതിൽ അദ്ദേഹം സന്തുഷ്ടനായി തീർന്നു. എന്നിട്ട് പഞ്ചവൈ തേനമേ ദത്താ വര ശൃണുതാൻ മമ. അദ്ദേഹം എനിക്ക് 5 വരങ്ങൾ തന്നു. ആ വരങ്ങൾ ഏതൊക്കെയാണ് എന്ന് അല്ലയോ ഭഗവാന്മാരെ നിങ്ങളെല്ലാവരും അറിഞ്ഞാലും അപ്പോഴേക്കും അച്ഛന് കാഴ്ച പെട്ടെന്ന് വീണ്ടു കിട്ടിയതിൻ്റേതായ കാരണം എല്ലാവർക്കും വെളിപ്പെടുകയും ചെയ്യും. ചക്ഷുഷീച സ്വരാജ്യം ച ദ്വൗവരോ ശ്വശുരസ്യമേ. എൻ്റെ ശ്വശുരന് വേണ്ടിയിട്ട് ഞാൻ 2 വരങ്ങൾ ചോദിച്ചു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി വീണ്ടു കിട്ടണം. 2, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയതായ രാജ്യം അത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണം. ഇത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചു. അതുകൊണ്ടാണ് യമധർമ്മൻ ആ അനുഗ്രഹം തന്നതും അദ്ദേഹത്തിന്, ശ്വശുരന് അവിചാരിതമായി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ കാഴ്ച തിരിച്ചു കിട്ടിയും. എന്ന് മാത്രമല്ല, ലബ്ധം പിതു പുത്രശതം പുത്രാണാം ചാത്മനശതം. എൻ്റെ പിതാവിന് ആൺമക്കളില്ല, പുത്രന്മാരില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ആ വംശം, പരമ്പര നിലനിൽക്കാൻ വേണ്ടിയിട്ട് 100 മക്കളെ ഞാൻ ചോദിച്ചു. അതും കിട്ടി. അതേപോലെ തന്നെ എനിക്കും 100 മക്കളെ ഞാൻ ആവശ്യപ്പെട്ടു യമധർമ്മനോട്. അതും അദ്ദേഹം എനിക്ക് തന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനു വേണ്ടി ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടി മാത്രമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ജീവിതം. അതിനാൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ട് സത്യവാൻ്റെ പ്രാണങ്ങളെയും അദ്ദേഹം മടക്കി തന്നു. പോരാത്തതിന് ചതുർവർഷ ശതായുർമേ ഭർത്താ ലബ്ധശ്ച സത്യവാൻ. എനിക്ക് 400 വർഷക്കാലമാണ് അദ്ദേഹം തന്ന ആയുസ്. അതേപോലെ എൻ്റെ ഭർത്താവായിരിക്കുന്ന സത്യവാനും 400 വർഷം ആയുസ് നൽകി. ഞങ്ങൾക്ക് കുലീനരായിരിക്കുന്ന, സർവഗുണങ്ങളും തികഞ്ഞവരായിരിക്കുന്ന 100 മക്കളെയും അദ്ദേഹം നൽകി. ഭർത്തുർഹി ജീവിതാർത്ഥം തു മയാ ചീർണം ത്വിതം വ്രതം. ഭർത്താവിനിങ്ങനെ ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രകാരത്തിലുള്ളതായ വ്രതത്തെ, കഠിനമായ വ്രതത്തെ അനുഷ്ഠിച്ചത് എന്നും സാവിത്രി അവരെ പറഞ്ഞു കേൾപ്പിച്ചു. സാവിത്രിയുടെ ഈ വ്രതത്തിന് കാരണമൊന്നും ആർക്കും മനസ്സിലായിരുന്നില്ല. സാവിത്രി സത്യവാനോടൊപ്പം പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതിൻ്റെ കാരണവും മനസ്സിലായിരുന്നില്ല. അത് കഴിഞ്ഞ് സംഭവിച്ചതിൻ്റെ കാരണങ്ങളും മനസ്സിലായിരുന്നില്ല.
പക്ഷേ ഇപ്പോൾ സാവിത്രി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാവർക്കും പിടികിട്ടി.